ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? ദ ഡബിൾ കാർഡിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. നെഗറ്റീവ് വൈബ്രേഷൻ, നൈറ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് കപ്സ്, സിക്സ് ഓഫ് കപ്സ്, Three of Swords, Eight of Wands. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കറൻ്റ്ലി ടു ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒക്കെ എനർജിയിലാണ്. അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ ഡബിളിൻ്റെ എനർജി ആയിരുന്നു ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നെഗറ്റീവ് വൈബ്രേഷനാണ് കാണുന്നത്. അതായത് ഇവർ ഒരു ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്നത് പോലെയാണ്. ഓക്കെ, അതായത് ഷാഡോ സെൽഫ് എന്ന് പറയുമ്പം അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഷാഡോ സെൽഫ് ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. അതായത് ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ അവസ്ഥ കാണുന്നുണ്ട്. ഈവൻ അത് നിങ്ങളുടെയും എനർജി ആയിരിക്കാം ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് ഷാഡോ സെൽഫാണ്. ഓക്കെ, ഇരുട്ട് നിറഞ്ഞൊരു ജീവിതം കൊണ്ട് നടക്കുന്നത് പോലെ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഉടനെ വരണം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ തടസ്സമാണ്. ഇവർക്ക് തടസ്സമായിട്ട് ത്രീ ഓഫ് സോർഡ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഫാസ്റ്റായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് തടസ്സമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവർക്ക് അതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു അവസ്ഥ. അതായത് അവരുടെ ഉള്ളിൽ മാത്രം അതിനെ സേവ് ചെയ്ത് വെക്കുക, അത് പുറത്തോട്ട് എക്സ്പ്രസ്ഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് കാണിക്കാത്ത രീതിയിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ആൻഡ് അതുപോലെ നിങ്ങളുടെ അടുത്തോട്ട് ഇത് എക്സ്പ്രസ് ചെയ്ത് വരണം എന്നൊരാഗ്രഹം ഈ പേഴ്സൺ ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് അവിടെ ഒരു കറക്റ്റ് ഒരു ഫോക്കസ്ഡ് ആവാൻ പറ്റാത്തതുപോലെയാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഈ പേഴ്സൺ ഉണ്ട്. സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ ഇപ്പോഴും സ്ട്രക്കാണ് ഈ പേഴ്സൺ. അതായത് പാസ്റ്റത്തെ കാര്യങ്ങൾ ഇപ്പോഴും അവരെ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ടും നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ആ മെമ്മറീസിനകത്ത് സ്ട്രക്കായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പാസ്റ്റിനെ ഇതുവരെ മറന്നിട്ടില്ല, പാസ്റ്റിനെ അവർ വിട്ട് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർക്ക് ആ ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ത്രീ ഓഫ് സോർഡ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലൂടെ പോകുന്നുണ്ട്. അതായത് അവർക്ക് ഇമോഷണൽ പെയിൻ ഉണ്ട്. അവർ ഇമോഷണലി നിങ്ങളായി കണക്റ്റ് ആവുന്നുണ്ട്, അപ്സെറ്റായി പോകുന്നുണ്ട്. ഈ ഒരു ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പം അവർ ഭയങ്കരമായിട്ടും അപ്സെറ്റായി പോകുന്നുണ്ട്, വളരെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കണിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടുമുണ്ട്. എയ്റ്റ് ഓഫ് വാൻഡ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ്ഡ് ആയിട്ട് ബ്ലോക്ക് അടിക്കുക അല്ലെങ്കിൽ മെസ്സേജ് വരിക, അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു കാര്യം വരാം, ഒരു ഗുഡ് ന്യൂസ്. ഓക്കെ, അതായത് പോസിറ്റീവാണ്. നിങ്ങളുടെ അടുത്തോട്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് വരാനുള്ള
സാധ്യതയുണ്ട്. ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. ഓൾറെഡി നമ്മളിവിടെ ഫീലിങ്സിനകത്ത് 4 ഓഫ് കപ്സിൻ്റെ എനർജീനകത്ത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട് അവർക്ക് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെയാണ് ഫീലിങ്സ് എന്ന് നോക്കാം. ലവേഴ്സിൻ്റെ എനർജിയാണ്, ഇത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കമത്തി വെക്കുന്നത്. അപ്പോൾ ലവേഴ്സിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഡീപ്പ് ലവ് ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ആരോടും തോന്നാത്ത തരത്തിലുള്ള അട്രാക്ഷൻ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. വളരെയധികം ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് ഫീലിങ്സ് എന്ന് പറയുമ്പം ഒരു മിസ്സിങ് എനർജി വരുന്നുണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ വരുന്നുണ്ട്. 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തോട്ട്സ് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഭാരമായി പോകുന്നുണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റി പോലെ ആവുന്നുണ്ട്, മറക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഇവർക്ക് പുറത്തോട്ട് വരാൻ സാധിക്കാത്ത വിധത്തിൽ അതിനകത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായി പോയേക്കുവാണ്. അവർക്ക് മൂവ് ഓൺ ചെയ്ത് മാറിപ്പോവാൻ പറ്റുന്നില്ല. അവർ മാക്സിമം ഇതിൽ നിന്നും മാറി അവരുടെ ലൈഫിൽ കരിയർ റിലേറ്റഡ് ആയിട്ടും അല്ലാത്ത കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവണമെന്ന് ഈ പേഴ്സൺ ഉണ്ട്. പക്ഷേ ഇവർക്ക് അതിന് സാധിക്കാത്തൊരു എനർജിയാണ് കാണുന്നത്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി, എംപ്രസിൻ്റെ എനർജി, ഒരുപാട് സ്നേഹമുണ്ട്, അൺകണ്ടീഷണൽ ലവ് തോന്നുന്നുണ്ട്. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ, മെസ്സേജ്, ഇൻഫർമേഷൻ തരാൻ ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോകുന്ന ഫ്ലോയിലൂടെ നിങ്ങളും സഞ്ചരിക്കൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. അവിടുത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഘോഷിക്കൂ. ആൻഡ് അതുപോലെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പം. സോ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കൂ ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി സോഡിയക് സൈൻ നോക്കാം. അക്യൂറിയസ് വന്നിട്ടുണ്ട്, അവിട്ടം ചതയം പൂരുരുട്ടാതി, ലിയോ വന്നിട്ടുണ്ട്, മകം പൂരം ഉത്രാണ്, ടോറസ് വന്നിട്ടുണ്ട്, കാർത്തിക രോഹിണി മകീരം, ജമിനി വന്നിട്ടുണ്ട്, മകീരം തിരുവാതിര പൂർണ്ണതം, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ഉത്രാടം തിരുവോണം അവിട്ടം, വിർഗോ വന്നിട്ടുണ്ട്, ഉത്രം അത്തം ചിത്തിര, സ്കോർപിയോ എഗെയിൻ വന്നിട്ടുണ്ട്, വിശാഖം അനിഴം തൃക്കേട്ട. ഓക്കെ, ഇതാണ് ഇവിടെ നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ അല്ലെങ്കിൽ മലയാള നാളുകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ക്ലൂസ് ആണ് നോക്കുന്നത്. ലെറ്റർ വി വന്നിട്ടുണ്ട്, നമ്പർ 4 വന്നിട്ടുണ്ട്, ലെറ്റർ എഫ് വന്നിട്ടുണ്ട്, 39 വന്നിട്ടുണ്ട്, ലെറ്റർ ബി വന്നിട്ടുണ്ട്, ലെറ്റർ ഇസഡ് വന്നിട്ടുണ്ട്, 40 ആൻഡ് 34 വന്നിട്ടുണ്ട്, ലെറ്റർ സി വന്നിട്ടുണ്ട്, ലെറ്റർ ഡി വന്നിട്ടുണ്ട്, നമ്പർ 7 വന്നിട്ടുണ്ട്, ലെറ്റർ എം വന്നിട്ടുണ്ട്, എൻ വന്നിട്ടുണ്ട്, ലെറ്റർ 10 വന്നിട്ടുണ്ട്, ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, നമ്പർ 28, 21 ബി 18 വന്നിട്ടുണ്ട്, ലെറ്റർ എസ് 18 ആൻഡ് 8 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നമ്പേഴ്സ് ആയിരിക്കാം, നെയിമിലെ ലെറ്റേഴ്സ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഉള്ള പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.